ശരി, അതും കൂടി നശിപ്പിക്കില്ല. അതാണ് നമ്മുടെ ഫൈനലി വേൾഡ് കപ്പിന്റെ മണ്ടേ. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം പറൂരി ഇവിടെ പോകുന്ന സമയത്ത് കുറച്ച് പിള്ളേരുടെ കളിക്കാനുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലാണ് ഫുട്ബോളാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതല്ലായിരുന്നു. അപ്പം അങ്കിടയിലൊരു ഫുട്ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കത് അവർക്ക് കൊടുത്താലാന്ന് പറഞ്ഞു. അപ്പോൾ വേൾഡ് കപ്പ് കിടക്കുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ പോണേങ്ങ. അപ്പം നമ്മൾ ചെന്നൈ സ്റ്റേഷൻ മറ്റേ KSRTC നീലക്കാരനെ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇവിടെ അടുത്തത് വേറെ. ഇതിനിപ്പോൾ മറ്റേ ട്രിപ്പൊക്കെ പോകില്ലേ, മറ്റേ ടൂർ പോണതിൻ്റെ അങ്ങനത്തെ തോന്നുന്നു. പൈസ കൊടുത്ത് പെർ ഹെഡ് 1000 അങ്ങനെ ഫുഡ് അടക്കം അങ്ങനെ പോണതിൻ്റെ അതായിട്ടാണ് ഈ ബസ്. ഇതും ആദ്യമായിട്ടാണ്. അങ്ങനെ ഗ്രൗണ്ട് എത്തിയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കണം. അപ്പം എന്തായാലും ഇനി കളിക്കാനൊന്നും പറ്റില്ല. പിള്ളേർക്ക് എന്തായാലും അത് കൊടുത്തിട്ട് പോവാം, അവന്മാർ കളിക്കട്ടെ എന്ന് വെച്ച് തിരിച്ചു കടന്നു. അത് കണിക്ക് എന്നിട്ടൊക്കെ കാണിക്കണ്ടായി. അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്കും എന്താ അവർ അവിടുത്തെ ഒരു പുള്ളി വിളിച്ചിട്ട് ഗേറ്റ് തുറന്നിട്ടുണ്ട്, കയറിക്കോന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്നു. അങ്ങനെ ഇപ്പം തിരിച്ച് പിന്നെയും നടന്നു. കുറച്ചങ്ങ് തിരിച്ച് ബാക്കോട്ട് പോയതായിരുന്നു. ഇപ്പോഴത്തെ പിന്നെയും നടക്കുകയാണ്. അവരൊക്കെ ആ സമയത്ത് ഉള്ളോട്ട് കയറട്ടെ, ഗ്രൗണ്ടിലോട്ട് അമ്മമാരെ കയറിയാണ്. എല്ലാവരും കൂടി ഓടി. ഇവൻ ഒടുക്കത്തെ പ്ലെയറാണ് കേട്ടോ. പോർച്ചുഗലിലെ മെയിനാണ്. സ്കില്ലാണിക്കോ സ്കില്ല് ഓരോരുത്തരുടെ സ്കില്ലാണിക്ക്. റൊണാൾഡോ ഫസ്റ്റ്. നെയ്മറിന് എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ റൊണാൾഡോനെ അത്ര അറിയുള്ളൂ. ആ ആ നെയ്മർ വീഴ്ചല്ലടാ ഫുള്ള്. നെയ്മർ വെള്ളത്തിൽ നിങ്ങ എന്തില് കളിക്കും? ഞാൻ ഫ്രീ ഫയറിൽ ആരാണെന്നറിയോ? എന്തിനാണ് റൊണാൾഡോ സ്കില്ല് കാണിക്കാൻ പോണെങ്കിൽ നമ്മടാ എങ്കിൽ കാണിക്കടാ കാണിക്ക്. പൊടിയാട്ടി കളയണ. അയ്യേ അടി രണ്ടാമത് കാണിക്കുമല്ലോടാ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 9ാം ക്ലാസ്. നീ എത്ര ക്ലാസ് പഠിക്കണേ? ഞാൻ പറയാം 6ല്.
4 3 നീ 9 പിന്നെ പോയിക്കോട്ടെ എന്നാ തെറ്റാ. അങ്ങനെ അവർക്ക് ഫുട്ബോളും കൊടുത്ത് അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചൊക്കെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ